ലൈംഗിക പീഡന വെളിപ്പെടുത്തലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ട് KPCC നേതൃത്വം. രാഹുലിന്റെ രാജിയുടെ കാര്യം തള്ളാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉചിതമായ സമയത്ത് തന്നെ തീരുമാനമുണ്ടാകുമെന്നും കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനം ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് പറയുന്നു. മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി ഉചിതമായ തീരുമാനം തക്ക സമയത്ത് ഉണ്ടാകും. അങ്ങനെ തീരുമാനമുണ്ടായാൽ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കും. അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റെതായ സമയത്തെടുക്കും. സന്തോഷുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സന്തോഷ്, അതായത് ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് നേരത്തെ KC വേണുഗോപാൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ KPCCയുടെ ഭാഗമായി അധ്യക്ഷൻ സണ്ണി ജോസഫും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഉചിതമായ സമയത്ത് തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ്. അതായത് ഒരു കർശന നിലപാടിലേക്ക് KPCC നേതൃത്വവും ഹൈക്കമാൻഡും പോയിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഘട്ടത്തിൽ പറ്റുന്നുണ്ട്. തീർച്ചയായും ഈ രാഹുലിന്റെ രാജിവെക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, തീരുമാനമുണ്ടായാൽ മാധ്യമങ്ങളെ അങ്ങോട്ട് അറിയിക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി അദ്ദേഹം തള്ളിയിട്ടില്ല. പലതവണ ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചെങ്കിലും ഇതിൽ തീരുമാനമായിട്ടില്ല എന്നുള്ള കാര്യം മാത്രമാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. അതേസമയം തന്നെ ഈ രാജി ഏതെങ്കിലും തരത്തിൽ രാജി ഇല്ല എന്നുള്ള തരത്തിലുള്ള സൂചന ഈ KPCC അധ്യക്ഷൻ നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല ഉടൻ തന്നെ രാജി ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നമുക്ക് ഈ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ, നിരവധി ഫോൺ കോളുകൾ ഇന്ന് KPCC അധ്യക്ഷന് ഉണ്ടായിരുന്നു. കാരണം കണ്ണൂരിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉള്ളത്. AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല രമേശ് ചെന്നിത്തലയും VD സതീശൻ ഉൾപ്പെടെയുള്ളവരും ഫോണിൽ KPCC അധ്യക്ഷനുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഇക്കാര്യത്തിൽ ഈ ഒരു എപ്പോഴാണ് ഈ രാജി പ്രഖ്യാപിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് KPCC അധ്യക്ഷൻ രാജി പ്രഖ്യാപിക്കണമോ അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടം തന്നെ രാജി പ്രഖ്യാപിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം കൃത്യമായി ചോദിച്ചിരുന്നു. ഇന്ന് തന്നെ രാജി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം കൂടി KPCC അധ്യക്ഷനോട് ചോദിച്ചിരുന്നു. അതിനും അദ്ദേഹം നൽകിയ മറുപടി കാത്തിരിക്കൂ എന്നുള്ളതാണ്. ഭദ്ര.